സമാധാനം വേടാ, ഈ കൊന്നല്ലേടാ. കൊല്ലം കുരിയോട് പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ ജീവനക്കാരൻ ഉടമയെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പുറം ലോകമറിഞ്ഞത്. ഹോട്ടൽ സ്പൈസിയുടെ ഉടമ ആക്കൽ സ്വദേശി സക്കീർ ഹുസൈൻ ആയിരുന്നു മരണപ്പെട്ടത്. സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട ഹോട്ടൽ ജീവനക്കാരനായ പ്രതി മംഗലപുരം സ്വദേശിയായ ഫൗസിൻ ഇർഷാദാണ്. പിന്നീട് ഇയാൾ തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്നും പോലീസ് പിടിയിലാവുകയും ചെയ്തിരുന്നു. കൂലി സംബന്ധമായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന സംശയമാണ് പോലീസ് പറഞ്ഞത്. കൊലപാതകത്തിന് ശേഷം നാട്ടിൽ അത്യാവശ്യമായി പോകണമെന്ന് മറ്റൊരു ജീവനക്കാരനെ വിശ്വസിപ്പിച്ച ബസ് സ്റ്റാൻഡിലെത്തിയ ഇർഷാദ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. തുടർന്നാണ് മണ്ണന്തലയിൽ വച്ച് പോലീസിന്റെ പിടിയിലായത്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. കുറച്ചു നാളുകളായി ഹോട്ടലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നതുകൊണ്ട് തന്നെ പാഴ്സലുകൾ മാത്രമാണ് ഇവിടെ നിന്നും വിതരണം ചെയ്തിരുന്നത്. സ്ഥിരം ജീവനക്കാരൻ നാട്ടിലേക്ക് പോയ ഒഴിവിലേക്കാണ് ജീവനക്കാരന്റെ ബന്ധു കൂടിയായ ഇർഷാദിനെ ഇവിടെ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിപ്പിച്ചത്. മുൻപ് ഈ ഹോട്ടലിൽ ഇയാൾ ജോലി ചെയ്തിരുന്നുവെങ്കിലും സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പിരിച്ചുവിട്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ജോലിക്ക് കയറിയ ശേഷവും ഇയാൾ ജോലിക്ക് സ്ഥിരമായി വരാതിരുന്നതിനെ തുടർന്ന് റൂമിൽ അന്വേഷിക്കാൻ എത്തിയതായിരുന്നു ഉടമയായ സക്കീർ ഹുസൈൻ. ഇതിനിടെ പ്രകോപിതനായ പ്രതി കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തുകയായിരുന്നു. നിലവിളി കേട്ട ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും കുത്തേറ്റ് നിലത്ത് കിടക്കുകയായിരുന്ന സക്കീർ ഹുസൈനെ ഉടൻ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. സക്കീർ ഹുസൈൻ കടയ്ക്കലും വർക്കലയിലും ഹോട്ടലുകൾ ഉള്ളതായും ആക്കലിൽ ഒരു തുണിക്കടയുള്ളതായും പറയുന്നുണ്ട്. സൗമ്യ സ്വഭാവക്കാരനായിരുന്നു മരിച്ച സക്കീർ ഹുസൈൻ എന്നും നാട്ടുകാർ പറയുന്നു. ചടയമംഗലം SHO കണ്ണൻ, SIമാരായ ഡെനിസൺ അഗസ്റ്റിൻ, അഞ്ജിത ശ്രീകുമാർ, അലക്സാണ്ടർ, ഗിരി, CPOമാരായ അജിത്, സജി, ജോബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു മണ്ണന്തലയിൽ നിന്നും പോലീസ് ഇയാളെ പിടികൂടിയത്. വിസ്മയ ന്യൂസ്, കൊല്ലം.